മർക്കോസ് 11:3. കർത്താവായ യേശുവിന് ഈ കഴുതക്കുട്ടിയെ കൊണ്ട് ആവശ്യം ഉണ്ട്. പ്രയോജനമില്ലാത്തതെന്ന് പലരും കരുതിയിരിക്കുന്ന പലതും ദൈവത്തിന്റെ കണ്ണിൽ ആവശ്യമുള്ളവയാണ്. അപ്രധാന വ്യക്തികളെ ദൈവം തെരഞ്ഞെടുത്ത് പ്രയോജനപ്പെടുത്തുന്ന നിരവധി ഉദാഹരണങ്ങൾ ബൈബിളിൽ കാണാം. ഫിലമോൻ എഴുതിയ ലേഖനം 11-ാം വാക്യത്തിൽ പ്രയോജനമില്ലാതിരുന്ന ഒനേസിമോസ് വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ വളരെ പ്രയോജനമുള്ളവനായി മാറി എന്ന് അപ്പോസ്തലനായ പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നു. വിക്കനും തടിച്ചമാവുള്ളവനുമായ മോശയെ ഒരു രാഷ്ട്രത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് സ്വദേശത്തിന്റെ അതിരോളം നടത്താൻ ദൈവം ഉപയോഗിച്ചത് പുറപ്പാട് മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളിൽ കാണുന്നു. കുടുംബ മഹിമയില്ലാതിരുന്ന ഇഫ്താഹിനെ തെരഞ്ഞെടുത്ത് സൈന്യാധിപനും ന്യായാധിപനുമാക്കി തീർത്ത ചരിത്രം ന്യായാധിപന്മാർ 11-12 അധ്യായങ്ങളിൽ കാണുന്നു. ചരിത്രം കണ്ട ഏറ്റവും മികച്ച തന്ത്രശാലിയായ യോദ്ധാക്കളിൽ ഒരുവനും ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവുമായിരുന്ന ദാവീദ് കേവലം ആട്ടിടയനും സ്വന്തം വീട്ടിലെ വിരുന്നു സൽക്കാരത്തിൽ പോലും ക്ഷണം ലഭിക്കാത്തവനും ആയിരുന്നു. സമൂഹം വെറുത്തിരുന്ന ചുങ്കക്കാരനായ മത്തായിയെയും അറിവില്ലാത്ത മീൻപിടുത്തക്കാരായിരുന്ന പത്രോസ് തുടങ്ങിയവരെയും തെരഞ്ഞെടുത്ത് ലോകത്തിന്റെ അറ്റത്തോളം തന്റെ സാക്ഷികളാക്കി തീർത്ത ദൈവത്തിന്റെ പദ്ധതി എത്ര ശ്രേഷ്ഠം! ഒരു യോഗ്യതയും ശ്രേഷ്ഠതയും ഇല്ലാത്ത കേവലം കഴുതക്കുട്ടികളെ പോലെയാണ് നാം എങ്കിലും ഒനേസിമോസിനെ പോലെ വീണ്ടും ജനിപ്പിച്ച് മോശയെപ്പോലെ പേർ ചൊല്ലി വിളിച്ച് അഭിഷേകം പകർന്ന് ആത്മശക്തിയാൽ നിറച്ച് ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രപഞ്ച സ്രഷ്ടാവായ ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുവാനുള്ളവരാണ് നാം എന്നത് മറക്കാതിരിക്കുക.